ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ആരോഗ്യ മാനുഷിക പ്രതിസന്ധികളിൽ ലഹരി മരുന്നുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ തുറന്നു കാട്ടുക. അതാണ് ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തെ തകർക്കുന്നു. ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ആരോഗ്യം, കുടുംബം, സുഹൃത്തുക്കൾ, തൊഴിൽ എന്നിവയെ നശിപ്പിക്കുന്നു. അതിനാൽ തന്നെ ലഹരി നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കുന്നു എന്ന് പറയാം. ലഹരി ഉപയോഗം മാനസികവും ശാരീരികവുമായ ആരോഗ്യം നശിപ്പിക്കുകയും വ്യക്തിത്വത്തെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നു? ഒന്ന്, മസ്തിഷ്കം. ലഹരി പദാർത്ഥങ്ങൾ മസ്തിഷ്കത്തിലെ ന്യൂറോണുകളെ ബാധിച്ച് അവയുടെ പ്രവർത്തനം മാറ്റിമറിക്കുന്നു. ഇതുവഴി മെമ്മറി, ചിന്ത, വികാരങ്ങൾ എന്നിവയിൽ വലിയ വ്യത്യാസം സംഭവിക്കുന്നു. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ. ഇത് വിഷാദം, മാനസിക സമ്മർദ്ദം, ഭയം, ഒന്നും ആസ്വദിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ എന്നീ പ്രശ്നങ്ങൾ സംഭവിക്കുകയും ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഹൃദയരോഗങ്ങൾ. ലഹരി വസ്തുക്കൾ ഹൃദയത്തിലെ രക്തപ്രവാഹം തടസ്സപ്പെടുത്തുന്നതിലൂടെ ഹൃദയാഘാതം, രക്തസമ്മർദ്ദം, നാഡീവ്യൂഹ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്നു. ശ്വാസകോശത്തെ ബാധിക്കുന്നു. പുകവലി, കഞ്ചാവ് തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശ്വാസകോശത്തെ നശിപ്പിക്കുകയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ. ആൽക്കഹോൾ പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ലിവറിനെ തകർത്ത് ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, ലിവർ ക്യാൻസർ തുടങ്ങിയ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇമ്മ്യൂൺ സിസ്റ്റം. ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശരീരത്തിൻ്റെ പ്രതികൂല ശക്തിയെ കുറയ്ക്കുന്നു. ഇതുവഴി പല രോഗങ്ങളും ശരീരത്തെ എളുപ്പത്തിൽ കീഴടക്കുന്നു. വാർദ്ധക്യം. ഇത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ശരീരത്തെ വേഗത്തിൽ തളർത്തുകയും വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ വേഗത്തിൽ കാണപ്പെടുകയും ചെയ്യുന്നു. ഒരു കാലത്ത് കറുപ്പ്, കഞ്ചാവ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമ്മൾ കേട്ടിരുന്നതെങ്കിൽ ഇന്ന് പേരുകൾ പറയുവാൻ പോലും അറിയാത്ത നൂറുകണക്കിന് സിന്തറ്റിക് മയക്കുമരുന്നുകൾ വിവിധ രൂപത്തിലും ഭാവത്തിലും യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സിലേക്കും അതിലൂടെ അവരുടെ ജീവിതത്തിലേക്കും വിഷമഴയായി പെയ്തിറങ്ങുന്നു. ലഹരി വസ്തുക്കളിൽ നിന്ന് മുക്തമായ ആരോഗ്യവും സമാധാനപൂർണവുമായ ഒരു സമൂഹമാകട്ടെ നമ്മുടെ ലക്ഷ്യവും സ്വപ്നവും.